അതായത് എൻ്റെ ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ ഒരു ബോധവൽക്കരണം അവരുടെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതൊക്കെ മറികടന്ന് അവരുടെ വീക്ഷണം എന്ന് പറഞ്ഞാൽ അതിനൊന്നും ഒരു പ്രശ്നമില്ല, അവിടെ എന്തും ചെയ്യാം, എന്തും നടത്താം എന്നുള്ള ഒരു മനോഭാവമാണ് കുട്ടികളുടെ കയ്യിൽ ഇപ്പോഴും ഉള്ളത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു രക്ഷിതാക്കളോ അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ ഒരു ഭയവുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന കേസാണ്. അതായത് നിയമം ഇത്രയേ ഉള്ളൂ, അവർ കുട്ടികളാണ്, പരിഗണനയുണ്ട്, എന്തും ചെയ്യാം എന്നുള്ള ഒരു രീതിയിലുള്ള മുന്നോട്ടുള്ള പോക്കാണ് പോകുന്നത്. എൻ്റെ മകന് നീതി കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാവർക്കും അറിയുന്ന മീഡിയകൾ പല ആളുകളും വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ നിയമവും ഇവിടുത്തെ ഗവൺമെൻറ്റും അതിന് ഒരു തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു രീതിയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല ആളുകളും പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അതായത് എൻ്റെ മകൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും കുട്ടികളുടെ അക്രമവാസന തന്നെയാണ്, ലഹരിയിലും അക്രമവാസനയും. അതായത് കാണുന്ന കാര്യങ്ങൾ എന്താണ് അവർക്ക് തോന്നുന്നത് അത് ചെയ്യും എന്നുള്ളൊരു മനോഭാവമാണ് കുട്ടികളുടെ കയ്യിലുള്ളത് ഇപ്പോഴും. അതുകൊണ്ട് ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ഇതിന് തക്കതായ ശിക്ഷ കൊടുക്കണം. നിയമപരമായിട്ട് അവർക്ക് ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ കൊടുത്തിട്ട് നിയമത്തിൻ്റെ മുന്നിൽ കാണിക്കണം. എന്നാലേ മറ്റുള്ള കുട്ടികൾ കൂടി ഇതൊരു ബാധകമാവും. അതുകൊണ്ട് ഒരു പേടി സ്വപ്നമായിട്ട് അവർ പിന്നെ ഇതിലേക്ക് പോവാതിരിക്കും. രക്ഷിതാക്കളുടെ കാര്യം ഒരുപാട് വീഴ്ചകളുണ്ട്. അതായത് രക്ഷിതാക്കൾ പറഞ്ഞാൽ ഇപ്പോൾ അനുസരണം വളരെ കുറവാണ്. അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് സാഹചര്യം അങ്ങനെയാണ്. അവർക്ക് എന്താണോ തോന്നുന്നത് അവർ ചെയ്യും. അതിന് കൂട്ടു നിൽക്കാൻ കുറച്ച് പിള്ളേർ പുറത്തുനിന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തടയണമെങ്കിൽ വീട്ടിൽ നിന്ന് തുടങ്ങി പിന്നെ അവർക്കൊരു ശിക്ഷ എന്നുള്ള കണ്ടീഷനിൽ കൊടുക്കാനുള്ളൊരു നിയമം ഇവിടെ കൊണ്ടുവരണം. അതാണ് ഒരു തീർച്ചയായിട്ടും ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം എന്തൊരു സംഭവം കഴിയുന്ന സമയത്ത് ഒരു ആക്റ്റീവായിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പക്ഷെ അതിന് നിയമപരമായിട്ടൊരു ശിക്ഷ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇങ്ങനെ നടക്കൂല. അത് തീർച്ചയാണ്. എല്ലാവരും നമ്മൾ മീഡിയ എല്ലാം കാണുന്നതാണ്. അവിടെ നടന്നു ഇവിടെ നടന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിനെ ചുവട് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ, അവർ ചെയ്തു, അതിനുള്ള ശിക്ഷയില്ല, അവർ കഴിഞ്ഞു, അത് മാറി. അതുപോരാ, ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ശിക്ഷ അനുഭവിക്കണം, ചെറിയ രീതിയിലെങ്കിലും. തീർച്ചയായിട്ടും ഇത്തരം അക്രമവാസനയുള്ള കുട്ടികളെ മാറ്റി നിർത്തി അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക. എന്നിട്ട് അവരെ മാറ്റി നിർത്തി എന്ത് ചെയ്യുക, നമ്മൾ ഒറ്റയടിക്ക് അവരെ കാൽവെട്ടണം കൈവെട്ടണം നമ്മൾ പറയുന്നില്ല. അവർക്ക് കൊടുക്കേണ്ട രീതിയിലുള്ള ക്ലാസ്സുകൾ കൊടുത്തിട്ട് അവരോട് പറയും ഇത്തരം രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അതായത് സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെടും എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ കുടുംബത്തെയും വിളിച്ചിട്ട് അതിൻ്റെതായ രീതിയിൽ പക്ഷേ അതിനൊന്നും ഇവിടെ തയ്യാറാവുന്നില്ല. ഇത്തരം കുട്ടികൾ വരുന്നത് അത്യാവശ്യം, അതായത് രക്ഷിതാക്കളും അക്രമ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കാം, അതല്ലെങ്കിൽ അവർ ലഹരി ഉപയോഗിക്കുന്ന അടിമകളായിരിക്കാം, അവരല്ലെ കച്ചവടക്കാർ, വിൽപ്പനക്കാരായിരിക്കാം. അത്തരം ആളുകൾ കുട്ടികളോട് രക്ഷിതാക്കൾ പറയുന്ന സമയത്ത് അച്ഛൻ ആദ്യം നിർത്ത്, അല്ലെ ബാപ്പ ആദ്യം നിർത്ത്, എന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾ നന്നാക്കാൻ പോകാൻ എന്നുള്ള രീതി പറയുന്നത് കൊണ്ട് രക്ഷിതാക്കൾ ഇതിൽ കറക്റ്റായിട്ട് പറയാൻ കഴിയുന്നില്ല അവർക്ക്. അതുകൊണ്ട് രക്ഷിതാക്കളെയും കൂട്ടിയിട്ട് ഇതിൽ തന്നെ അവരെയും കൂടി കശി ചേർത്തിട്ട് ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അതാണ് വേണ്ടത്. അതായത് ഒരു കുട്ടി, ഇപ്പോൾ എൻ്റെ കുട്ടി ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എന്നെയും എൻ്റെ രക്ഷിതാവിനെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തണം, എന്നിട്ട് ശിക്ഷ കൊടുക്കണം. അപ്പോൾ സമൂഹത്തിൽ എന്ത് ചെയ്യും, അവരൊറ്റപ്പെടും. അപ്പോൾ വീണ്ടും ഈ ഒരു അക്രമവാസനയും ഈ ലഹരിക്കും എതിരായിട്ട് ഒരു പ്രവർത്തനം നടന്നു എന്നുള്ളത് തന്നെ സമൂഹം അറിയും. അതൊന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ല. അവൻ സ്വാധീനമായി രാഷ്ട്രീയപരമായിട്ട് സ്വാധീനമുള്ള ആളുകളായിരിക്കും. അതുകൊണ്ടാണ് ഇതൊന്നും മുന്നോട്ട് പോവാത്തത്. ഷഹബാസിന്റെ കേസ് ഇവർ നീട്ടിക്കൊണ്ടുപോകാന്നുള്ളൊരു ഇതാണ് ഞാൻ കാണാൻ കഴിയുന്നത്. ഞാൻ അന്വേഷിച്ചിടത്തോളം വക്കീൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി 1-2 കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതൊക്കെ ഇവരൊക്കെ സ്വാധീനം ഉപയോഗിച്ച് കഴിച്ചില്ലാമെന്ന് എനിക്കെന്നറിയാം. ഈ ഗവൺമെന്റിൽ എനിക്കൊരു ചെറിയ വിശ്വാസമുണ്ട്. ഈ UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ ഈ സർക്കാരിൽ എനിക്കൊരു ചെറിയ വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ 1-2 ആൾക്കാരെ ബന്ധപ്പെട്ടിരുന്നു. അവർ നമുക്ക് കഴിയുന്നത്ര നോക്കാം, അവർക്ക് കിട്ടാവുന്നൊരു ശിക്ഷ നമുക്ക് വാങ്ങിക്കൊടുക്കാം, നോക്കണം പോകുന്നുണ്ട് എന്നുള്ള ഒരിത് 5 മിനിറ്റ് മുന്നേ ഒരു ന്യൂസിലൊക്കെ വന്നിരുന്നു. ഞാനൊരു അപ്പോയിൻമെൻറ്റിന് നോക്കിയിട്ടുണ്ട്, കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. സതീശൻ സാറ് ഒരു നിരസിക്കാത്തൊരു രീതിയിലാണ് സംസാരിച്ചത്. നമ്മളെ കാര്യഗൗരവം മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്.
അതുകൊണ്ട് എന്തായി കഴിഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്.